ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂൺ മാസ ഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ജൂൺ മാസം എങ്ങനെയാകും. നമുക്ക് ഈ ജൂൺ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം ഈ ജൂൺ മാസത്തിൽ ഈ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയാകുമെന്ന് നോക്കാം. ഇപ്പോൾ മീനക്കൂർ എന്ന് പറയുമ്പോൾ അത് ഗുരുവിൻ്റെ രാശിയാണ്. അപ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ഗുരു 4 സുഖസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. സൂര്യനാണെങ്കിൽ ജൂൺ 15 3 നിന്നും 4 രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ ജൂൺ 7 5 നിന്നും 6 രാശി മാറുന്നു. ബുധനാണെങ്കിൽ ജൂൺ 6 3 നിന്നും 4 ജൂൺ 22 4 നിന്ന് 5 ആ ബുധൻ രാശി മാറുന്നു. ശുക്രനാണെങ്കിൽ 2 സ്ഥിതി തുടരുന്നു. ജൂൺ 29 2 നിൽക്കുന്ന ശുക്രൻ 3 മാറുന്നു. ശനി ജന്മരാശിയിൽ ഉണ്ട്, രാഹു 12 കേതു 6 ഉണ്ട്. ഇതാണ് ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് മീനക്കൂറുകാരുടെ ജൂൺ മാസത്തിലെ ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു, ലഗ്നരാശ്യാധിപനായിട്ടുള്ള ഗുരു സുഖസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. അതേസമയം ജന്മരാശിയിൽ ശനിയുണ്ട്, ജന്മശനി. അപ്പം ജന്മരാശിയിൽ ആദ്യവാരം കഴിയുമ്പോൾ കുജൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ആരോഗ്യസ്ഥിതി പൊതുവെ നോർമലായിരിക്കും. എങ്കിലും ജന്മരാശിയിലൊക്കെ ശനി നിൽക്കുന്നു, ഒരു ആലസ്യം, ഉദാസീനത, ശുഷ്കാന്തിയില്ലായ്മ ഒക്കെ അനുഭവപ്പെട്ടു എന്ന് വരാം. പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ടെൻഷൻ, ഒരു ഭയം ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. എങ്കിലും രാശ്യാധിപനായിട്ടുള്ള ഗുരു 4 സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന പിരിമുറുക്കത്തിന് ഒരു അയവുണ്ടാകും എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഗുരു 4 സഞ്ചരിക്കുകയാണ് സുഖസ്ഥാനത്ത്. അതുപോലെ 12 രാഹു നിൽക്കുന്നത്. അപ്പോൾ 12 രാഹു ഉണ്ട്, 12 കുജൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഈ നയന സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഈ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചിലർക്ക് ഉണ്ടായെന്ന് വരാം. അതുപോലെ ജന്മശനി കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ 4 സ്ഥിതി പൊതുവെ സഹായമാകും. അപ്പം നമുക്ക് മാത്രമല്ല ഈ യോഗ, ധ്യാനം അവയൊക്കെ നമ്മൾ അതുപോലെ ദിനചര്യയൊക്കെ കൃത്യമായിട്ട് പാലിച്ചൊക്കെ പോകുന്നവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി തൊഴിൽ സ്ഥിതി. ഇപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ 10ാം ഭാവാധിപൻ ഗുരു തന്നെയാണ്. ആ ഗുരു സുഖസ്ഥാനത്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യവാരം കഴിയുമ്പോൾ 4ാം ഭാവാധിപനായിട്ടുള്ള ബുധനും 4 വരുന്നുണ്ട്. അതുപോലെ 15 മുതൽ സൂര്യനും 4 വരുന്നുണ്ട്. അങ്ങനെ സൂര്യൻ, ബുധൻ, ഗുരു ഈ 3 ഗ്രഹങ്ങളും കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് തൊഴിലിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രൊഫഷണൽ തലത്തിൽ ഉയർച്ചയുടെ സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സന്തോഷം തൊഴിലിടത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്കും അനുകൂല സമയമെന്ന് പറയാം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ലക്ഷ്യങ്ങൾ പൊതുവെ സാക്ഷാത്കരിക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുപോലെ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും അസ്ഥിരത ഒക്കെ ഉണ്ടെങ്കിൽ ആ അസ്ഥിരതയൊക്കെ മാറും. അതുപോലെ തൊഴിലിടത്ത് സുഖസൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൺവേയൻസ് ഫെസിലിറ്റീസ് അതൊക്കെ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നു. ഉയർന്ന തൊഴിലന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും. തൊഴിലവസരങ്ങൾ ഉണ്ടാകും, തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. എങ്കിലും ശനി ആ 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വിനയം, അതുപോലെ ക്ഷമ, അച്ചടക്കം, നീതിബോധം ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം നിലനിർത്തി പോകുന്നവർക്ക് തൊഴിലിൽ നല്ല ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് രാഹുവിൻ്റെ 12 സ്ഥിതിയും
കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ 12 ദൃഷ്ടിയൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. അവർക്ക് ഇപ്പോൾ വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിലവിലുള്ളവർക്ക് അതെല്ലാം പരിഹരിച്ച് വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ സ്ഥിതി അനുകൂല സ്ഥാനങ്ങളിലാണ്. ബുധനും ഗുരുവൊക്കെ യോഗം ചെയ്യുന്നത് ബിസിനസ് പ്രവർത്തനങ്ങളെയൊക്കെ കാര്യക്ഷമമാക്കും. ശനി 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7ാം ഭാവം എന്ന് പറയുന്നത് ബുധൻ്റെ ക്ഷേത്രമാണ്, അത് ശനിയുടെ മിത്രക്ഷേത്രമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ കൂട്ടുസംരംഭങ്ങൾ, പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ, അതുപോലെ ഈ കോപ്പറേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ, ഇവയൊക്കെ നടത്തി പോകുന്നവർക്കൊക്കെ പൊതുവെ വലിയ നേട്ടങ്ങളുണ്ടാകും. പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ അവയൊക്കെ നീതിപൂർവം ന്യായബോധത്തോടുകൂടി പരിഹരിക്കാനാകുന്ന സമയം എന്നും കൂടെ പറയാം. വിദേശത്ത് വിപണനമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ നിലവിലെ സ്ഥിതി തുടരും. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധനും ജ്ഞാനകാരകനായിട്ടുള്ള ഗുരുവും 4 യോഗം ചെയ്യുന്നു. പഠനത്തിൽ ശ്രദ്ധ കൂടുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അവരുടെ ഗ്രാഹ്യശേഷിയൊക്കെ കൂടും, നല്ല മെമ്മറി പവറൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. പഠന സംബന്ധമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് മുതിർന്ന അധ്യാപകരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഫോളോ ചെയ്യാമെങ്കിൽ പഠനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകാവുന്ന സമയം എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കും അവരുടെ കഴിവ് തെളിയിക്കാനാകും, അവർക്ക് ഉയർന്ന സ്കോർ കരസ്ഥമാക്കാനാകും. പ്രത്യേകിച്ച് അഷ്ടമരാശിയിൽ അഷ്ടമഭാവാധിപനായിട്ടുള്ള ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്, അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടിയും അഷ്ടമത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗവേഷണ മേഖലകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ്. അവർക്ക് അവരുടെ വിഷയങ്ങളിൽ അഗാധമായിട്ടുള്ള അറിവുണ്ടാകും. ഡീപ്പായിട്ടുള്ള നോളജ് കൈവരിക്കുന്നതിനും അവർക്ക് ആ വിഷയത്തിൻ്റെ അടിത്തട്ടിൽ ചെന്ന് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് പറയാം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ 5ലും 6ലും സഞ്ചരിക്കുന്നുണ്ട്. 2ൽ ശുക്രൻ്റെ സ്ഥിതിയുണ്ട് 28 വരെ. ധനകാരകനായിട്ടുള്ള ഗുരു 4ൽ സ്ഥിതി. അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിലുണ്ട്. അത് ധനാഗമമൊക്കെ കൂടുന്നതിന് വഴിതെളിക്കും. ശത്രുക്കളിൽ നിന്നോ ചിലർക്ക് വ്യവഹാരങ്ങൾ കേസുകളിൽ നിന്നൊക്കെ ധനനേട്ടത്തിന് സാധ്യത കാണുന്നു. ചിലർക്ക് അവരുടെ ന്യായമായ മാർഗങ്ങളിലൂടെ അല്ലാതെയും പണം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി വഴിയോ ഒക്കെ തന്നെ കുടുംബ ബിസിനസ് വഴിയൊക്കെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉയരുന്നതിനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. ഇപ്പോൾ 2ലെ ശുക്രൻ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായകമാണ്. അതേസമയം 12ലെ രാഹു, 2ാം ഭാവാധിപനായിട്ടുള്ള കുജൻ്റെ ആ 12ലെ ദൃഷ്ടി, അതുപോലെ ഗുരുവിൻ്റെ 12ലെ ദൃഷ്ടി, ഇതൊക്കെ ചെലവ് കൂട്ടാനും ഇടയാക്കും. പ്രത്യേകിച്ച് രാഹുവും ചൊവ്വയൊക്കെ 12ൽ വരുമ്പോൾ അത് പലതരത്തിലുള്ള ചെലവുകൾക്ക് വഴിതെളിക്കാം. ഇപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് നല്ല കാര്യങ്ങൾക്കുള്ള ചെലവിലേക്ക് വഴിതെളിക്കാം. അപ്പം നല്ല കാര്യങ്ങൾക്കുള്ള ചെലവും ഉണ്ട്, അനാവശ്യ കാര്യങ്ങൾക്കുള്ള ചെലവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യ ചെലവുകൾ കർട്ടയിൽ ചെയ്ത് പോകാനുള്ള ഒരു ശ്രമം ഈ കൂടുകാരുടെ ഭാഗത്ത് ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ധനവിനിയോഗത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യവാരം കഴിയുമ്പോൾ തന്നെ ഗുരുവും ബുധനും ഒക്കെ യോഗം വരുന്നുണ്ട്. 7ാം ഭാവാധിപനാണ് ആ ഗുരു, 7ാം ഭാവാധിപനാണ് ബുധൻ. അതുപോലെ ജന്മരാശ്യാധിപനാണ് ഗുരു. അപ്പോൾ ജന്മരാശ്യാധിപന് 7ാം ഭാവാധിപനുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ വരുമ്പോൾ അത് വിവാഹ ആലോചനകളുടെ സാധ്യതയാണ് കാണിക്കുന്നത്. ശനി ദൃഷ്ടി 7ലുണ്ട്. അപ്പം ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ അത് വിവാഹ നിശ്ചയത്തിനൊക്കെ ചിലപ്പോൾ ചെറിയ തടസ്സങ്ങൾ, ചെറിയ ഡിലേ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ എങ്കിലും വിവാഹ
വിവാഹത്തിന് തടസ്സം ശനിയുടെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക. ഒരു ചെറിയ കാലതാമസം അവിടെ വരാം എന്നുള്ളതേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. അതുപോലെ ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടൊരു ചഞ്ചലാട്ടം അവർക്ക് അനുഭവപ്പെടാവുന്ന സമയമാണ്. ചിലർക്ക് പ്രണയ പങ്കാളിയുമായിട്ട് തെറ്റിദ്ധാരണകൾ, ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ ഗുരുവും ബുധനും ഒക്കെ യോഗം 4-ൽ വരുന്നത് പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകും. കാരണം ഗുരു ജന്മരാശ്യാധിപൻ, 7-ാം ഭാവാധിപൻ ബുധൻ. അപ്പോൾ അത് ദാമ്പത്യ ബന്ധം സുഖകരമാക്കും, സന്തോഷകരമാക്കും. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ 6-ഉം 7-ഉം ഭാവാധിപന്മാരായിട്ടുള്ള 6-ാം ഭാവാധിപൻ സൂര്യൻ, 7-ാം ഭാവാധിപൻ ബുധൻ, ഈ 2 ഗ്രഹങ്ങളുടെ യോഗം അത് പഠനകാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. എങ്കിലും നമുക്ക് ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ ഈഗോ ഇഷ്യൂസൊക്കെ അവസാനത്തെ പകുതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ജന്മശനിയുടെ 7-ലെ ദൃഷ്ടി ദമ്പതിമാർക്ക് പൊതുവെ അല്പ അച്ചടക്കം, പക്വത, ഉത്തരവാദിത്വ ബോധം ഒക്കെ കൂടുന്നതിന് സഹായകമാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ബന്ധത്തിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. എങ്കിലും അല്പ സംയമനവും വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാകുന്നത് ഈ സമയത്ത് നല്ലതാണ്. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമാകും. 2-ൽ ശുക്രനാണ്, 4-ലാണെങ്കിൽ ബുധനും, 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരുവും ഉണ്ട്. അതൊക്കെ കുടുംബത്തിലെ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടുന്നതിനും അതുപോലെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിനും കുടുംബ അംഗങ്ങളൊക്കെ ചിലപ്പോൾ അവർക്കൊക്കെ ഒത്തുചേരുന്നതിനൊക്കെ ഒരു സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ വീട്, വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. വീട് പുതുക്കുന്നതിനും അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ കുടുംബതലത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ കുടുംബത്തിൽ സന്തോഷം, സമാധാനമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ ജൂൺ മാസത്തെ കാണാം. ജന്മശനി ഉണ്ടെങ്കിലും ജന്മരാശ്യാധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അത് വലിയ ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. ജൂൺ 2, 3, 7, 8, 17, 18, 30 ഈ തീയതികൾ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ സുപ്രധാനമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ പറഞ്ഞതെല്ലാം മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പോൾ ഈ നമുക്ക് മീനക്കുറിൽപ്പെടുന്ന എല്ലാവർക്കും മീനലഗ്നമല്ല, ചിലർക്ക് മാത്രമേ മീനലഗ്നം വരൂ. അപ്പോൾ മീനക്കൂറും മീനലഗ്നവും വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. അതേസമയം മീനക്കുറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ പൊതുഫലത്തിൽ ചെറിയ വ്യതിയാനം വരും. അപ്പോൾ ആ വ്യതിയാനം എത്രത്തോളം വരും എന്ന് മനസ്സിലാക്കാൻ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കുറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ ഈ കൂറിൻ്റെ ഫലവും അവരുടെ ആ ലഗ്നഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം അവർക്ക് കിട്ടും. മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്നുള്ളത് കൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.